ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രേമലു സിനിമയിലെ ചില അനാവശ്യ രംഗങ്ങളെ കുറിച്ചിട്ടാണ്. ഞാനിതോടെ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ രംഗങ്ങൾ ആ സിനിമയിൽ വേണ്ടായിരുന്നു. കാര്യം നല്ല സിനിമയാണ്, നല്ല ഫലിതങ്ങളൊക്കെ ഉണ്ട്, നല്ല തമാശയുണ്ട്, കുടുംബത്തോടൊപ്പം കണ്ടിരിക്കാവുന്ന സിനിമയാണ്. പക്ഷേ ഞാൻ പറയുന്ന രംഗങ്ങൾ ആ സിനിമയിൽ വേണ്ടായിരുന്നു എന്ന്, ഒരു മിസ്പ്ലേസ്മെൻറ്റ് സീനുകളായിരുന്നു എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തോന്നിയേക്കാം. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് നെസ്ലിൻ്റെ ന്യൂഡിറ്റി സീനാണ്. നേക്കഡായിട്ട് അവൻ ഡാൻസ് കളിക്കുന്ന സീനാണ്. പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് അവൻ ഡ്രസ്സ് മാറുന്ന സീനാണ്. അത് മമിത ബൈജു നമ്മുടെ ബൈനാക്കുലറോടെ നോക്കുകയും രംഗം ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീനിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു നേക്കഡ് സീൻ കാണിച്ച് അത് പൊലിപ്പിച്ച് അതൊരു തമാശ രൂപയാണ്. അതെന്ന് വെച്ചാൽ തമാശയായിട്ട് ക്ലിക്കായിട്ടൊന്നുമില്ല. അത് ഒരു മിസ്പ്ലേസ്മെൻറ്റ് രംഗമായിട്ട് ഈ ചിത്രത്തിൽ തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് നെസ്ലിൻ അമൽ ഡേവിസ് നമ്മുടെ ലാസ്റ്റ് രംഗം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു വഴക്കിടും. നീ CBSE ആണ്, ഞങ്ങളുടെ സ്റ്റേറ്റിലെ പിള്ളേരെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അമൽ ഡേവിസ് നമ്മുടെ നെസ്ലിനെ ഉമ്മ വയ്ക്കുന്നുണ്ട്. സീൻ എന്ന് പറയുന്നത് ലിപ് കിസ്സിങ് സീൻ എന്ന് പറയുന്നത് ഒഴിവാക്കാമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതും കൊണ്ടും വലിയൊരു ഇമ്പാക്റ്റ് ചിത്രത്തിന് ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാ സീനുകളും മോശമല്ല എന്ന് പറയുന്നത് സീന് മിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ സീനെ ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ചിത്രത്തിന് ഇമ്പാക്റ്റ് ഒന്നും ചിത്രത്തിൽ ലഭിച്ചിട്ടില്ല. അത് ഓർത്ത് വെക്കാവുന്ന, ഇപ്പോൾ കണ്ടിറങ്ങിയ പ്രേക്ഷകരെ അത് ഓർത്ത് വെക്കാവുന്ന ഒരു സീനായിട്ട് കണക്കാക്കണമെന്നില്ല. അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിലെ സീനാണ്. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൽ ഒരു പച്ചത്തൈലമോ എന്തോ ലൂസ് മോഷൻ മരുന്ന് കൊടുക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ പയ്യ സിനിമയിലെ കോപ്പിയടിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമന്നയ്ക്ക് നമ്മുടെ കാർത്തി ഒരു മരുന്ന് കൊടുക്കുകയും അവൾ പെട്ടെന്ന് ബോധം കെട്ട് പോവുകയും തിരിച്ച് അവളെ പറ്റിക്കുന്നതായിട്ടൊരു പയ്യ സിനിമയിൽ ഒരു സീനുണ്ട്. അതേ സീൻ തന്നെയാണ് നമ്മുടെ പ്രേമലു സിനിമയിലും കോപ്പിയടിയാക്കി വെച്ചേക്കുന്നത്. നമ്മുടെ നെസ്ല് മരുന്ന് കൊടുക്കുന്നു, അവൾ ബോധം കെട്ട് വീഴുന്നു, പെട്ടെന്ന് പറ്റിച്ചതായിട്ട് പറയപ്പെടുന്ന അങ്ങനെ ഒരു തമാശ അല്ലെങ്കിൽ ഒരു ക്യൂട്ട് റൊമാൻറ്റിക് സീനാക്കി രൂപീകൃതമാക്കാൻ നോക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ അത് വർക്കായില്ല. ഇപ്പോൾ ഭയങ്കര ട്രോളുകളാണ്. പയ്യ സിനിമയിലെ കോപ്പടിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് നിരവധിയായിട്ടുള്ള കമൻറ്റുകളാണ് സിനിമ വന്നുകൊണ്ടിരിക്കുന്നത്. നാലാമതായിട്ട് പറയാൻ പോകുന്നത് ഇതൊരു ട്രോളാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നെസ്ലിനെ ഒരു ഡെലിവറി ബോയ് ആയി TFCയിൽ അലഞ്ഞ് തിരിഞ്ഞ് യാതൊരു ബാങ്ക് ബാലൻസും ഇല്ല, അങ്ങനൊരു ജീവിതശൈലി നയിക്കുമ്പോൾ മമിതയ്ക്ക് വേണ്ട. മറിച്ച് അവൻ UK പോയി അല്ലെങ്കിൽ സെറ്റിൽഡ് ആകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മമിത അവന് ഇഷ്ടമാണെന്ന് പറയുകയും അങ്ങനെ കഥ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ്. അപ്പോൾ അതൊരു ട്രോളായിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയും രംഗങ്ങളാണ് ചിത്രത്തിൽ അനാവശ്യമായി മിസ്പ്ലേസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഇതിനോടുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്